ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ രണ്ട് സംഭവങ്ങളാണ് വായിച്ചത്. ജായറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന സംഭവവും അതുപോലെ തന്നെ രക്തസ്രാവകാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചത്. രക്തസ്രാവകാരി സ്ത്രീക്ക് 12 വർഷമായിട്ട് ഈ രോഗം ഉണ്ടായിരുന്നു. ഈ രക്തസ്രാവം എന്ന് പറയുന്ന രോഗം നമുക്കറിയാം, പുറത്താരോടും പറയാൻ പറ്റാത്ത അത്ര ഒരു വലിയ രോഗമാണ്. അവരെ സംബന്ധിച്ച് രക്തസ്രാവമുള്ള ഒരാള് അവൾ അശുദ്ധയാണ്, അവള് തൊടുന്ന വസ്തുക്കൾ അശുദ്ധമാണ്, അവൾ ഉപയോഗിച്ച വസ്തുക്കളെ തൊടുന്നവർ പോലും അശുദ്ധരാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തില് ആരോടും പറയാനാകാത്ത വലിയൊരു വിഷമം കഴിഞ്ഞൊരു 12 വർഷമായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ രക്തസ്രാവം വന്ന ഈ സ്ത്രീ. ഇന്നത്തെ സുവിശേഷത്തിലെ നമ്മുടെ നായിക. ഈ സ്ത്രീ മറ്റാരും അറിയാതെ വന്നിട്ട് വലിയ വിശ്വാസത്തോടെ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് സ്പർശിക്കുന്നു, അവർ സൗഖ്യം പ്രാപിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് നൽകുന്ന വലിയൊരു ആശ്വാസം ഇത് തന്നെയാണ്. മറ്റാരോടും പറയാനാവാത്ത വലിയൊരു സങ്കടങ്ങള് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എത്ര വർഷം പഴക്കമുള്ളതായിക്കോട്ടെ, ചിലരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ചില ആന്തരിക മുറിവുകൾ എടുക്കുന്നുണ്ടായി. മറ്റാരോടും പറയാനാവാത്ത വലിയ ആന്തരിക മുറിവുകൾ വർഷങ്ങളോളമായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും. ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിക്കുകയാണ്, നിന്റെ മനസ്സിൽ നീ കൊണ്ടു നടക്കുന്ന ചില ആരോടും പറയാനാകാത്ത ചില വിഷമങ്ങൾ എത്ര പഴക്കമുള്ളതായിക്കോട്ടെ, എത്ര സീരിയസ് ആയിട്ട് ഉള്ളതായിക്കോട്ടെ, അത് ദൈവം അറിയുന്നുണ്ട്. വിശ്വാസത്തോടെ ദൈവത്തെ സമീപിച്ചാൽ ദൈവം ആ മുറിവുകളെടുത്ത് മാറ്റും എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം. ആ മാച്ച് ചെയ്യുമ്പോൾ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാത്രയാകാം. ദൈവം തന്നെ നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്തട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി